ട്രെയിലറെ കണ്ടപ്പോൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ ആ ഒരു ലെവലിൽ എത്തിയിട്ടില്ല. കഴിഞ്ഞ വർഷം ആവേശമാണെങ്കിൽ ഈ വർഷം പ്രായംകൂടി ഷാപ്പാണ്. ആ ഒരു റേഞ്ചിൽ അൻവർ റഷീദിന്റെ ബ്രാൻഡ് രേഖാചിത്രത്തിന് നല്ലൊരു കോമ്പറ്റീഷൻ ആയിരിക്കും. ഒരു വട്ടം കാണാം, ഒരു എബോ ആവറേജ് ഫീലാണ് തോന്നിയത്. മേക്കിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ ടോട്ടലി നോക്കുമ്പോൾ ഒരു ആവറേജ് ആയിരുന്നു. ട്രെയിലറെ കണ്ടപ്പോൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ ആ ഒരു ലെവലിൽ എത്തിയിട്ടില്ല. പടം ലാഗൊന്നുമില്ല ബ്രോ, നമുക്ക് കണ്ടിരിക്കാൻ പറ്റും. പക്ഷേ ഈ സ്ക്രിപ്റ്റ് വൈസേ അത് അത്ര നമ്മൾ ഒരു ഫ്രഷ് എലമെൻ്റ് ആയിട്ടൊന്നും തോന്നിയില്ല. നമ്മൾ കണ്ടു മടുത്ത ഒരു ടൈപ്പാണ്. പക്ഷേ മേക്കിംഗ് സ്റ്റൈലും അങ്ങനെ ഉള്ളതൊക്കെ കൊള്ളാം. പക്ഷേ ഒരു എന്താ പറയുക, ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ നമ്മൾ എടുത്തു പറയത്തക്ക ഒരു വാവ് ഫാക്ടറോ പെർഫോമൻസ് വൈസാണ് കൊള്ളാം. പക്ഷേ ടോട്ടലി നോക്കുമ്പോൾ ഒരു ആവറേജ് വൺ ടൈം വശമായിട്ടാണ് തോന്നി. ബ്രോ പടം എന്ന് പറയുമ്പം ഒരു വട്ടം കണ്ടിരിക്കുക, അല്ല വലിയ ഇതായിട്ടൊന്നും പറയല്ല. ഒരു ഡീസൻറ്റ് എബോ ആവറേജ് ആയിട്ടാണ് തോന്നിയത്. നമ്മൾ ഈ ട്രെയിലർ കണ്ടുവരുമ്പോൾ ആ ഒരു അത്രയ്ക്ക് ഫീലിംഗ് ഒന്നുമില്ല. ആക്ടിംഗ് ഒക്കെ സൂപ്പറായിരുന്നു, നൈസായിരുന്നു. പിന്നെ ട്വിസ്റ്റൊക്കെ കൊള്ളായിരുന്നു. പക്ഷേ എന്തോ ഒരു മിസ്സിങ് പോലെ തോന്നുന്നുണ്ട്. മ്യൂസിക്കൊക്കെ കൊള്ളാം. സൗബിൻ്റെ ആക്ടിംഗ് ഒക്കെ അടിപൊളിയാണ്. ബേസിൽ ഒരു ആവറേജ് ആണ് തോന്നിയത്. കാരണം എല്ലാ പടത്തും ഒരേപോലെയാണ് തോന്നിയത്, വേറെ ഒരു ഡിഫറൻ്റ് ആയിട്ട് തോന്നിയിട്ടില്ല. ഒരു വട്ടം കാണാം, ഒരു എബോ ആവറേജ് ഫീലാണ് തോന്നിയത്. നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത്രയും ചെറിയ ബഡ്ജറ്റിൽ ഇത്രയും നല്ല ക്വാളിറ്റി പടം നല്ലതായിരുന്നു. പെർഫോമൻസ് ഒക്കെ നല്ലതാണ്. പറഞ്ഞ പോലെ നല്ല പ്രൊഡക്ഷൻ ക്വാളിറ്റി ഉണ്ട്. നല്ല സ്റ്റോറി ലൈനാണ്, നല്ല പെർഫോമൻസ് ആണ്. എല്ലാവർക്കും പറയാം. അൻവർ റഷീദിന് ആവേശത്തിന് ശേഷമുള്ള ഒരു പ്രൊഡ്യൂസ് ചെയ്യുന്ന പടങ്ങളിൽ നല്ലൊരു ചിത്രമാണ്. ഈ വർഷത്തെ രേഖാചിത്രത്തിന് നല്ലൊരു കോമ്പറ്റീഷൻ ആയിരിക്കും. പിന്നെ ബേസിലിൻ്റെ അഭിനയം ഓരോ പടം കഴിയും തോറും മെച്ചപ്പെട്ടു വരുന്നുണ്ട്. മെച്ചപ്പെട്ടല്ല, വെറൈറ്റി ക്യാരക്ടേഴ്സ് നല്ല രീതിക്ക് തന്നെ അഭിനയിക്കുന്നുണ്ട്. പക്ഷേ വെറൈറ്റി ക്യാരക്ടേഴ്സ് നല്ല രീതിക്ക് തന്നെ സിനിമ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ക്യാരക്ടർ സെറ്റ് ബേസിൽ അവസാനം വരെ ആ ഒരു ക്യാരക്ടറിൽ തന്നെ സെറ്റായി നിൽക്കുന്നുണ്ട്. സൗബിൻ്റെ അഭിനയവും കൊള്ളാം, നല്ല രീതിക്ക് ഹാൻഡിക്യാപ്ഡായിട്ട് നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. എന്നാലും ഒരു ജനുവരിയിൽ ഒരു മലയാളത്തിലെ രണ്ടാമത്തെ ഹിറ്റ് എന്ന് പറയാം. ഫസ്റ്റ് രേഖാചിത്രം, ഇത് രണ്ടാമത്തെ ഹിറ്റ്. സിനിമ നമ്മളെ കഴിഞ്ഞ വർഷം ആവേശമാണെങ്കിൽ ഈ വർഷം പ്രായംകൂടി ഷാപ്പാണ്. ആ ഒരു റേഞ്ചിൽ അൻവർ റഷീദിന്റെ ബ്രാൻഡ്, ആ ഒരു ബ്രാൻഡിൻ്റെ പേരിലാണ് വന്നത്. നമുക്ക് ആ ഒരു രീതിയിൽ പടം കിട്ടിയിട്ടുണ്ട്. പടം മോശമാണെന്ന് പറയാൻ മാത്രം ഒന്നുമില്ല, നല്ലൊരു സിനിമ തന്നെയാണ്. ഓരോരുത്തരുടെ ആക്ടിങ് ആണെങ്കിൽ എല്ലാം ബേസിലൊക്കെ ഒരു രക്ഷയില്ല. കിടിലം മേക്കിംഗ്, സിനിമാറ്റോഗ്രഫി ആണെങ്കിൽ എല്ലാം അതിനനുസരിച്ച് ചെയ്തിട്ടുണ്ട്. നല്ലൊരു സിനിമയാണ്. തിയേറ്റർ വാച്ചിന് പറ്റിയൊരു പടം തന്നെയാണ്. ഉറപ്പായിട്ട് പ്രേക്ഷകർ തൃപ്തിപ്പെടുത്താൻ പറ്റിയൊരു പടം തന്നെയാണ്. കാരണം രേഖാചിത്രം കഴിഞ്ഞ അടുത്ത ഹിറ്റാണ് ഈ പടം. ഉറപ്പാണ്, 100% ഗ്യാരണ്ടിയാണ്. കാരണം കഴിഞ്ഞ വർഷം ആവേശം പോലെ ഒരു എൻ്റർടൈൻമെൻറ്റ് ലെവൽ വന്നെങ്കിൽ ഇത് അല്പം മിസ്റ്ററി ത്രില്ലർ പോലെ സൂക്ഷ്മദർശിനി ആ ഒരു ടൈപ്പ് പോലെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കോമഡി ആ ഒരു രീതിയിലൊക്കെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ രീതിയിൽ ഈ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. നല്ലൊരു സിനിമ തന്നെയാണ് പടം. മോശമെന്ന് പറയാനൊന്നുമില്ല.